അമേരിക്കയും ചൈനയും തമ്മിൽ കത്തിക്കയറുകയാണ് വ്യാപാര യുദ്ധം. ട്രംപ് ചുമത്തിയ തീരുവയ്ക്ക് മറുപടിയായി 34% പകര ചുങ്കമാണ് ഷീ ജിൻപിങ് ചുമത്തിയത്. പോരിനാണ് നീക്കമെങ്കിൽ ഏത് യുദ്ധത്തിനും തങ്ങൾ സജ്ജമാണെന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് കൗതുകമുണർത്തുന്ന ഒരു വാർത്ത വരുന്നത്. ചൈനീസ് പൗരന്മാരുമായി റൊമാൻസിനോ സെക്സിനോ പോകരുത്. ചൈനയിലുള്ള അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകിയ ഉത്തരവാണിത്. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ അങ്ങനെയൊരു നിർദ്ദേശം എംബസിയിലും കോൺസുലേറ്റിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സ്ഥാനമൊഴിയുന്ന ചൈനയിലെ US അംബാസിഡർ നിക്കോളാസ് ബേൺസ് ആണ് ഉത്തരവിറക്കിയത്. ചൈനയിലെ US എംബസിയിലും 5 കോൺസുലേറ്റുകളിലും നിരവധി ചൈനീസ് ജീവനക്കാരുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സപ്പോർട്ട് സ്റ്റാഫും മുതൽ കോൺസുൽ ജനറൽമാരും ഡെപ്യൂട്ടി അംബാസിഡർമാരും വരെ അക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. ഇവരുമായൊന്നും പ്രണയബന്ധമോ ലൈംഗിക ബന്ധമോ പാടില്ലെന്നാണ് നേരത്തെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച സർക്കുലർ. എന്നാൽ ട്രംപിന്റെ നയതന്ത്ര പോരിന് പിന്നാലെ അംബാസിഡർ ഒരു പടി കൂടി കടന്നു. സാധാരണ ചൈനീസ് പൗരന്മാരുമായും അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകരുതെന്നാണ് നിക്കോളാസ് ബേൺസ് ഉത്തരവിട്ടിരിക്കുന്നത്. ഡിപ്ലോമാറ്റുകൾ ചൈനക്കാരുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെടുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ചില US കോൺഗ്രസ് അംഗങ്ങൾ ഏതാനും നാൾ മുൻപ് ബേൺസിന് കത്തെഴുതിയിരുന്നു. ഈ പരിപാടി തടയാൻ കടുത്ത നടപടികൾ വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ആ മുറവിളുകൾക്കിടയിലാണ് അംബാസിഡർ ഔദ്യോഗികമായി തന്നെ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ ചൈനക്കാരുമായി ബന്ധമുള്ളവർക്ക് ഇളവിനായി അപേക്ഷിക്കാം. എന്നാൽ അപേക്ഷ തള്ളപ്പെട്ടാൽ ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരും. നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ അമേരിക്കയിലേക്ക് തിരിച്ചയക്കുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ചൈനീസ് മെയിൻലാൻഡിൽ തലസ്ഥാനമായ ബെയ്ജിംഗിൽ എംബസിയും ഷാങ്ഹായിലും ഗ്വാങ്ചോയിലും ഷെൻയാങ്ങിലും വുഹാനിലും കോൺസുലേറ്റുകളുമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിനു പുറമെ സ്വയംഭരണ പ്രദേശമായ ഹോങ്കോങ്ങിലും ഒരു US കോൺസുലേറ്റ് ഉണ്ട്. ഇവിടങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് സർക്കുലർ ബാധകമായിട്ടുള്ളത്. ചൈനയ്ക്ക് പുറത്തുള്ള എംബസികളിലും കാര്യാലയങ്ങളിലും ജോലി ചെയ്യുന്നവർക്കൊന്നും സമാനമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചൈനയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വാക്കാലും ഇമെയിൽ സന്ദേശങ്ങളായുമാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എന്നാൽ പരസ്യമായി ഇത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അസാധാരണ സർക്കുലറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ US വൃത്തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ചോദ്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ദേശീയ സുരക്ഷാ കൗൺസിൽ ചെയ്തത്. ആഭ്യന്തര വിഷയങ്ങളിൽ പ്രതികരിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങൾ AFPയോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അംബാസഡറായിരുന്ന നിക്കോളാസ് ബേൺസും ചോദ്യങ്ങളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ചൈനയിൽ മാത്രമല്ല, ലോകത്ത് ഏത് രാജ്യത്തുള്ള അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾ തദ്ദേശീയരുമായി പ്രണയത്തിലാകുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതുമൊന്നും പുതുമയുള്ള കാര്യമല്ല. അക്കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണമെന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള വിലക്കോ നിയന്ത്രണമോ ഒന്നും ഔദ്യോഗിക തലത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. രാഷ്ട്രീയ പോരും വൈരവും കടുത്ത ശീതയുദ്ധകാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണത്. വിവാഹബന്ധവും ലൈംഗിക ബന്ധവും പ്രണയവും എല്ലാം നിരോധിക്കുന്ന തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നത് ഇതാദ്യമായാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സുന്ദരികളും സുന്ദരന്മാരുമായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എതിരാളികളുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന പരിപാടി ആഗോളതലത്തിൽ പല രാജ്യങ്ങളും പയറ്റാറുണ്ടെന്ന് പറയാറുണ്ട്. ശീതയുദ്ധകാലത്ത് ഈ ഒരു തന്ത്രം വ്യാപകമായി വിവിധ രാഷ്ട്രങ്ങൾ പയറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്നും ശത്രുപക്ഷത്തുള്ള ചൈനയിലും റഷ്യയിലും ക്യൂബയിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകാറുണ്ട് US ഭരണകൂടം. സോവിയറ്റ് ബ്ലോക്കിലുള്ള രാജ്യങ്ങളിലും ചൈനയിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു രഹസ്യരേഖ പിന്നീട് പുറത്തു വന്നിരുന്നു. 1987 ശീതയുദ്ധകാലത്തായിരുന്നു അത്. മോസ്കോയിൽ ഉണ്ടായിരുന്ന ഒരു US നാവികനെ സോവിയറ്റ് ചാരവനിത ലൈംഗികമായ പ്രലോഭനങ്ങളുടെ വശത്താക്കിയ സംഭവമായിരുന്നു പ്രകോപനം. ശത്രു രാജ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ അവിടങ്ങളിലെ തദ്ദേശീയരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ജാഗ്രതയോടെ വേണമെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ആ ഉത്തരവിൽ. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പഴയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്തു. അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്താനായി ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ ചൈന ആയുധമാക്കാറുണ്ടെന്നാണ് US നയതന്ത്രജ്ഞരും ഇന്റലിജൻസ് വിദഗ്ധരും പറയുന്നത്. ചൈനയിലേക്ക് അയക്കും മുൻപ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ച് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകാറുണ്ടത്രേ. കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെ ഉപയോഗിച്ചാണ് ചൈനയുടെ ചാരപ്രവർത്തനം. അവരെ വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിൽ വിവിധ വകുപ്പുകളിൽ ജീവനക്കാരായി അയക്കും. അവർ ഉദ്യോഗസ്ഥരെ വശീകരിച്ച് രഹസ്യങ്ങൾ ചോർത്തുന്നതാണ് ചൈനയുടെ മോഡസ് ഓപ്പറാണ്ടി എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ ആരോപിക്കുന്നത്.